സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥമേകുവാൻ സ്വർഗീയ താതൻ തന്ന സമ്മാനം. ഭൂവിതിൽ നമുക്കായി സ്വർഗം തുറക്കുവാൻ മലയാള മണ്ണിന്റെ പുണ്യജന്മം. വിശുദ്ധേ അൽഫോൻസാമ്മേ, സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥമേകുവാൻ സ്വർഗീയ താതൻ തന്ന സമ്മാനം. ഭൂവിതിൽ നമുക്കായി സ്വർഗം തുറക്കുവാൻ മലയാള മണ്ണിന്റെ പുണ്യജന്മം. വിശുദ്ധേ അൽഫോൻസാമ്മേ, സ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം. ഭൂസ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം. ജോസഫിന്റെയും മറിയത്തിന്റെയും മകളായി ജനിച്ച് 8-ാം ദിവസം അന്ന എന്ന ജ്ഞാനസ്നാന പേര് സ്വീകരിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു പെൺകുട്ടി കന്യാക്കുട്ടി ഇന്ന് മുട്ടത്തുപാടം കുടുംബത്തിൻ്റെ മാത്രമല്ല, പല രൂപതയുടെ മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭയുടെ അഭിമാനമായി ഉയർത്തപ്പെടുന്നു. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ആഗസ്റ്റ് 19 ജനിച്ച അൽഫോൻസാമ്മ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 98 വർഷവും 55 ദിവസവും പ്രായമുണ്ടാകുമായിരുന്നു.
ശ്രീയേശുനാഥൻ സ്നേഹമല്ലേ, സ്നേഹമേ സ്നേഹമേ ആരാധന. ശ്രീയേശുനാഥൻ ജീവനല്ലേ, ജീവന്റെ ജീവനേ ആരാധന. ശ്രീയേശുനാഥൻ രക്ഷയല്ലേ, രക്ഷകാ രക്ഷകാ ആരാധന. ശ്രീയേശുനാഥൻ സത്യമല്ലേ, സത്യമേ സത്യമേ ആരാധന. ശ്രീയേശുനാഥൻ സ്നേഹമല്ലേ, സ്നേഹമേ സ്നേഹമേ ആരാധന. ശ്രീയേശുനാഥൻ ജീവനല്ലേ, ജീവന്റെ ജീവനേ ആരാധന. പ്രാർത്ഥനയാകും മലരുകളേ, ക്രിസ്തുവിനച്ച ചെയ്തവളേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അൽഫോൻസായുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അൽഫോൻസാമിന്റെ മധ്യസ്ഥതയിലെ പ്രാർത്ഥന സഭയ്ക്ക് സന്യാസിനികൾ ആവശ്യമാണ്, സഭയ്ക്ക് ദൈവിക ശുശ്രൂഷ ആവശ്യമാണ്, ലോകത്തിന് സന്യാസിനികൾ ആവശ്യമാണ്. എത്രയോ സന്യാക്കളെ കരങ്ങളിലൂടെ എത്രയോ നാനാജാതി മതസ്ഥരായ ആളുകൾ ജീവിതം രക്ഷപ്പെട്ടിരിക്കുന്നു. ശ്രീയേശുനാഥൻ ദീപമല്ലേ, ദീപമേ ദീപമേ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഖത്തിനും വിശുദ്ധ ബഹുമാനത്തിനായി ഞങ്ങൾ ഉയർത്തുന്ന പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശ്രയിക്കണമേ. ഈ പതാക ഉണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പറഞ്ഞിരിക്കുന്നവനും പ്രവൃത്തികളാൽ സ്വയം വെളിപ്പെടുത്തുന്നവനുമായ ദൈവമേ, ആകാശവും ഭൂമിയും അങ്ങയുടെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രോട്ടവും കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാവിടങ്ങളും രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർ തോമാശ്രീയായുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. നിങ്ങൾ എല്ലാവരുടെയും നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ മുമ്പിൽ അവർക്ക് സാക്ഷ്യത്തിനായി നിൽക്കും. എന്നാൽ അതിനു മുമ്പ് എൻ്റെ സുവിശേഷം എല്ലാ ജനതകളെയും അറിയിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ മനുഷ്യർക്ക് അൽഫോൻസാമയുടെ മാധ്യസ്ഥതയിലൂടെ തമ്പുരാന് പ്രീതികരമായി ജീവിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച
അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ മാധ്യസ്ഥതയിലൂടെ എത്രയോ ആളുകൾക്ക് നന്മകൾ ലഭിക്കുന്നത്. വിശ്വാസത്തെ അവനവൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഉപാധിയായി പലരും കാണാറുണ്ട്. അത് ശരിയായ വിശ്വാസമല്ല. അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി എത്തുന്ന ഭക്തരായിട്ടുള്ള നമ്മളേവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ഇതൊക്കെയായിരിക്കണം. ദൈവസന്നിധിയിൽ പ്രത്യാശയും സമർപ്പണബോധവും വിശ്വാസമുള്ളവരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ വളർന്ന നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടെ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹനത്തിൻ പുത്രീ അൽഫോൻസാമ്മേ, അശരണർക്കെന്നും ആലംബമേ, അനുഗ്രഹവർഷം ചുരിഞ്ഞിടുവാനായി അഖിലേശ്വരനോടായി പ്രാർത്ഥിക്കണേ, അഖിലേശ്വരനോടായി പ്രാർത്ഥിക്കണേ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലിയർപ്പിക്കാം. അങ്ങനെ 36 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങി അതെല്ലാം ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് മനസ്സിലാക്കി അവയെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി തൻ്റെ സമർപ്പിത ജീവിതം നയിച്ച ഒരു വിശുദ്ധയായ സമർപ്പിതയുടെ കബറിടത്തിലാണ് നാം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാം. അൽഫോൻസാമിയെ എന്തുകൊണ്ട് വിശുദ്ധയാക്കി ഇന്ന് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നു? വേറെ വിശുദ്ധന്മാരില്ലേ? വളരെയധികം പേരുണ്ട്.
നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതം തന്നെ എടുത്താൽ, രാപകൽ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർ, സഹിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നവർ, ആ വിശ്വാസത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും അവർ സ്വർഗത്തിലാണ്. കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിലപ്പെട്ടത് ഏതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം സകലതും ഉപേക്ഷിക്കുവാനായിട്ട്, സകലവിധ സമ്പത്തുകളും സൗഭാഗ്യങ്ങളും സൗന്ദര്യവും ആരോഗ്യവും കഴിവുകളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഗത നിറവേറ്റുവാനായിട്ട് അപ്പോൾ സാധിക്കും. നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു പ്രതികരണം കർത്താവ് നാം ഓരോരുത്തരോടും ഇന്ന് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിഗതമായ ഒരു തനിമയുണ്ടോ? ഒരു പൂവിന് അതിൻ്റെതായ സൗരഭ്യമുള്ളതുപോലെ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും പരാതി, എന്തിനാണ് നമ്മൾ പരാതിപ്പെടുക? ദൈവം എന്റെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്നത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ദൈവം നിങ്ങൾക്കായിട്ട് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നതാണ്. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. നമുക്ക് ഓരോരുത്തർക്കുമായ ദൈവം നിശ്ചയിക്കുന്ന ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പ്ലാനിലും പദ്ധതി മുൾച്ചേരുക എന്നത് നമ്മളെല്ലാവരുടെയും കടമയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ആ വിശുദ്ധിയുടെ സ്വാധീനം ഏറ്റുവാങ്ങേണ്ടക്കണം നമ്മൾ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുകയും തമ്പുരാൻ്റെ മുമ്പിൽ പാവബോധത്തോടുകൂടി നമ്മുടെ പാവാവസ്ഥ ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ച് പോകാം. അൽഫോൻസാമ്മ വെറൊരു മധ്യസ്ഥ മാത്രമല്ല, വലിയ മാതൃകയായി മാറണം. എങ്കിൽ മാത്രമേ അൽഫോൻസാമ്മയുടെ പുണ്യപ്പെട്ട ജീവിതം നമുക്ക് പ്രയോജനീഭവിക്കുകയുള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തമ്പുരാൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അവളുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ആത്മീകവും ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ അനുഗ്രഹദാനങ്ങളാൽ
നൽകിയ അങ്ങേ ദിവ്യമന്ത്രിതാൽ ഈ തത്വവേള സ്വീകരിക്കണമേ. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഭേദങ്ങൾ ഓരോന്നും എത്തിച്ചത് ഈശോയുടെ കുരിശിലൂടെ അതിനപ്പുറത്തേക്കുള്ള വലിയ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ആ ജീവിതത്തിലേക്ക്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ. സ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ആത്മീയത നിക്ഷേപമായ വിശുദ്ധാത്മാക്കളെ അടുത്തേക്ക് നമ്മൾ നടന്നെടുക്കുന്നതിൻ്റെ കാരണം, പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, അവരിലൂടെ നമ്മുടെ വേദനകളും സ്വപ്നങ്ങളും നമ്മുടെ വിഷമതകളും നമ്മുടെ പ്രതീക്ഷകളുമെല്ലാം ഇറക്കി വയ്ക്കുന്ന അത്താണിയാണ്.
കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. എന്നാൽ ഇന്ന് പറഞ്ഞാലും സാർവത്രിക സഭയുടെ ഭൂപടത്തിൽ സ്വന്തമായ ഒരു പ്രതിഷ്ഠാ സങ്കേതം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സഭ നന്മയിലാണ് എന്നുള്ളതാണ്. സഭ വിശ്വാസികളാണ്. സഭ വിശ്വാസികളുടേതാണ്. വിശ്വാസികൾ സഭയുടേതുമാണ് എന്നുള്ള ഈ പാരസ്പര്യത്തെ ഏറ്റവും ഫലപ്രദമായി നമ്മെ ഓർമ്മിപ്പിച്ച ഏറ്റവും പവിത്രമായ ഒരു സന്ദർഭമായിരുന്നു അൽഫോൻസാമിയുടെ വിശുദ്ധ പദപ്രഖ്യാപന. ദൈവപുത്രൻ വചനരൂപത്തിൽ മാത്രമല്ല ആ രൂപത്തിൽ ഉദ്ധിതനായി വചനരൂപത്തിൽ ഇന്നും നമ്മുടെ മധ്യേ പ്രവർത്തനം നിരതരാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സൗഖ്യദായകമാണ് വചനം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. 4 തരത്തിലുള്ള ആളുകളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 4 തരത്തിലുള്ള നിലങ്ങളാണ് അതിന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. അഭിമാനം അതിരില്ലാത്തൊരാനന്ദം അഖിലേശ്വരന്റെ വരദാനം നമ്മുടെ അമ്മ അൽഫോൻസാമ്മ ലോകം മുഴുവൻ നിറയുന്നു. നമ്മുടെ അമ്മ അൽഫോൻസാമ്മ ലോകം മുഴുവൻ നിറയുന്നു. വിശുദ്ധയാ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. വിശുദ്ധ അൽഫോൻസ നമ്മെ സംബന്ധിച്ച് ഈ ജീവിതത്തിലെ വഴി വിളക്കാണ് എന്ന് നമുക്ക് അനുസ്മരിക്കാം. എത്ര തീരാരോഗമാണെങ്കിലും ശരി, അവിടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്നാണ്. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. ഇന്നത്തെ കാലത്തോട് ഇണങ്ങിച്ചേർന്ന് ഒത്തുതീർപ്പിലെത്തി ഇന്ന് കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ പിന്നീടാകാം എന്ന അവധിക്ക് വെച്ചും അല്പം കൂടി ആലോചിച്ചിട്ടാകാം എന്ന് പ്ലാൻ ചെയ്തു നീ മറ്റുള്ളവരോടുകൂടി ആലോചിച്ചിട്ട് അനുവാദം ചോദിച്ചു വരാം എന്നൊക്കെ ചിന്തിക്കുന്ന രീതികൾ ജീവിതത്തിലെ വിട്ടുകളയേണ്ട പലതിനോടും ഒത്തുതീർപ്പിലായി ജീവിക്കുന്ന സന്യസ്തരും അല്ലാത്തവരുമായ നമുക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടി തമ്പുരാൻ ഒരവസരം തരുന്നു. കട്ടിലിൽ കിടന്ന് ഇരട്ടി വേദനയോടുകൂടി പിളയുകയാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. എന്ത് കഷ്ടമാണ്, വേദനാകരമായ ഒരു കുറച്ച്. കൂട്ടത്തിൽ കപ്പളവച്ചമുണ്ട്. അടുത്തുള്ള മകളും വെല്ലുമാരും കച്ചമാരും എല്ലാം കൂട്ടുമന്ന് നിൽപ്പുണ്ട് പിതാവിനെ.
അവരെല്ലാം പറഞ്ഞു നീറുന്ന വേദനയിലാണ്. പിതാവ് പറഞ്ഞു, this is a mystery. I don't think she is suffering a sickness. This is a mystery. അങ്ങേ ശിരസിനോട് കൂടി എൻ്റെ ശിരസിനെയും ചേർക്കണം. നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുക്കുമ്പോൾ അൽഫോൻസാമ്മ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിതം ആസ്വദിച്ചു. ജീവിതത്തിൽ അവൾ ആസ്വദിച്ചു. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നാം മടുക്കുമ്പോൾ സ്നേഹിച്ച് സ്നേഹിച്ച് അവൾ മതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് ആത്മീയരായി കാണപ്പെടുന്നവരധികം. സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിശുദ്ധരാണ്. സാക്ഷ്യങ്ങളുടെ മാതൃക നമുക്ക് നൽകിയവരാണ് വിശുദ്ധാത്മാക്കളെന്ന് ഇവിടെ അനുസ്മരിക്കുകയാണ്. അവളുടെ പേരിൽ ആഘോഷങ്ങൾ ഉണ്ടാകാൻ നിമിത്തമാകുന്നതുമൊക്കെ ഒറ്റ കാരണത്താലാണ്. അവള് വിശുദ്ധയായി എന്നുള്ള കാരണത്താലാണ്. ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ 10-15 വയസ്സിൽ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേർന്ന നാളെ തൊട്ട് നമ്മുടെ ഒരു ചെറിയ അഹന്തയുടെ സൂചനയാണ് അൽഫോൻസ, ഫ്രാൻസിസ്കൻ കാരിസം. ഇനി അവൾ ഫ്രാൻസിസ്കൻ സമൂഹത്തിന് അവകാശപ്പെട്ടത് മാത്രമല്ല, അത് ഭൂമിയുടെ ഭാഗം. ഭൂമിയുടെ ഏത് ആൾക്കാരുകളിലും അവളെ പ്രണമിക്കാനുള്ള, അവളുടെ മുമ്പിൽ തിരി തെളിക്കാനുള്ള അവകാശമൊക്കെ കിട്ടുമ്പോൾ ഒരു ചെറിയ ആവൃത്തിയിൽ നിന്ന് ഒരു പ്രാവിനെ നമ്മൾ ആകാശത്തിലേക്ക് പറത്തിവിടുന്ന കണക്കാം. ഒരു മനുഷ്യൻ ജീവിച്ച സ്നേഹം, ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത സഹനം ഒക്കെ മറ്റെവിടെയും മുളപൊട്ടി. ഇനിയും ഇത് പറന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ അൽഫോൻസിൽ നിന്ന് പറന്ന് ഭൂമിയിലേതിട്ടെങ്കിൽ ലിപ്സണിലോ പാരീസിലോ മാഞ്ചസ്റ്ററിലോ ജമ്മുവിലോ എവിടെ വേണമെങ്കിലും പറന്നു വീഴും. കാരണം ഈ സനാതന മൂല്യങ്ങൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കാൻ കാലമില്ല, ദേശമില്ല. സ്നേഹപാത്രങ്ങൾ നിറഞ്ഞു തുളുമ്പും നിൻ ധ്യാന സമ്പന്നമാം ത്യാഗം. പെട്ട തള്ളയെ കൊണ്ട് ചെന്ന് വൃദ്ധസദനത്തിലാക്കിയിട്ട് 50,000 രൂപയുടെ പട്ടിയെ വാങ്ങിച്ച് വീട്ടിൽ നിർത്തി സംരക്ഷിക്കുന്നു. അമ്മ ഒരു അപമാനവും പട്ടി ഒരു അഭിമാനവും. നീയൊക്കെ അടാ മക്കള്, കുട്ടികൾ ഊട്ടിയില്, പട്ടികൾ മടിയില്, മാതാപിതാക്കള് വൃദ്ധസദനത്തില്. ചെറിയ കുടുംബം സന്തോഷം. അപ്പച്ചനൊന്നും മിണ്ടാതിരിക്കുന്നതിന് എന്തെങ്കിലും വേണം? പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ വേദനകളെ വിലാപങ്ങളാക്കാതെ, സങ്കടങ്ങളാക്കാതെ വിശുദ്ധ അൽഫോൻസാമയെ പോലെ സ്തോത്രഗീതങ്ങളാക്കുവാന് അമ്മ കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് നടക്കുവാൻ ശ്രമിക്കാം. സഹനങ്ങൾ മൂല്യമുള്ളതാണ്. സഹനങ്ങൾ സുവിശേഷമാണ്. അൽഫോൻസാമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊള്ളുവാൻ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അൽഫോൻസാമ്മയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അനേകായിരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണമായി തീരുകയും ചെയ്ത ആ ജീവിതം പോലെ
we are filled with pride. And the words of Our Lady comes to my mind. My soul proclaims the greatness of the Lord. My spirit exalts in God my Savior. And we see Sister Alfonsa, such a humble person. Today God has made her a great saint in heaven. Seeking refuge and putting my trust in you, I have renounced the world, worldly possessions, riches, my family, and my kith and kin. I have decided to walk your true path, which is God-giving and peaceful. Mother Saint Francis, our Mother Saint Clare, and all the saints, and in the presence of you, our Superior General, vow and promise to the Almighty God. സന്യാസധർമ്മ നിർവഹണത്തിനും വിശുദ്ധിയുടെ പ്രവർത്തനത്തിനും സഭാസേവനത്തിനുമായി സിസ്റ്റർ ആംബ്രോസ് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും നമ്മുടെ കർത്താവ് വിശ്വസിച്ചിട്ട് പ്രവർത്തിക്കാൻ തന്നെ പൂർണ്ണയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഓർമ്മ ഈ ദിവസങ്ങൾ നാം പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. അൽഫോൻസാമ്മ ഏത് സന്യാസ സമൂഹത്തിൻ്റെ അംഗമായിരുന്നോ ആ സന്യാസ സമൂഹത്തിലാണ് ഇന്ന് ഓർമ്മിക്കേട്ട് നവ അർച്ചനികൾ വ്രതവാഗ്ദാനം നടത്തുക. Thank you.
അൽഫോൻസാമയുടെ സൂചനകളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ദിവ്യകാരുണ്യത്തിന്റെ കളരിയിരുന്ന ജീവിതത്തെ രൂപപ്പെടുത്തണം സ്വർഗത്തിന് വേണ്ടി. അൽഫോൻസാമ എല്ലാ വിധത്തിലും പരിശുദ്ധ പിതാവ് ഇക്കാര്യം പറയുന്നതിന് മുൻപ് തന്നെ ദിവ്യകാരുണ്യത്തിന്റെ കളരിയിരുന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അനുഭവിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യ ജീവിതം നയിച്ചവളാണ്. അങ്ങയുടെ ദിവ്യകാരുണ്യ സംസ്കാരം വളർത്തിയെടുക്കാൻ അൽഫോൻസാമയുടെ മാതൃക നമുക്ക് കൂടുതൽ ഉത്തേജനവും പ്രചോദനവും ചൈതന്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഷാരോണിൽ വിരിയും ശോഷന്നപ്പൂവിൻ സൗരഭ്യം വിതറും കുഞ്ഞു തെന്നൽ പോലെ certainly juridical analysis, because I heard many times this is not question of concession. Clients put this synthesis of your juridical rights to explain to the Holy Father. Here we are losing the people, going to the other sects. We can continue to go in the same rhythm. സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥമേകുവാൻ സ്വർഗീയ താതൻ തന്ന സമ്മാനം. ഭൂവിതിൽ നമുക്കായി സ്വർഗം തുറക്കുവാൻ മലയാള മണ്ണിൻ്റെ പുണ്യജന്മം. വിശുദ്ധേ അൽഫോൻസാമേ, സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥമേകുവാൻ സ്വർഗീയ താതൻ തന്ന സമ്മാനം. ഭൂവിതിൽ നമുക്കായി സ്വർഗം തുറക്കുവാൻ മലയാള മണ്ണിൻ്റെ പുണ്യജന്മം. വിശുദ്ധേ അൽഫോൻസാമേ, സ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം. സ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം.
കുടമാളൂർ നാടിൻ കുളിരായി പിറന്നവൾ, കുടമുല്ലപ്പൂ പോലെ നിർമ്മലയായവൾ. കുടമാളൂർ നാടിൻ കുളിരായി പിറന്നവൾ, കുടമുല്ലപ്പൂ പോലെ നിർമ്മലയായവൾ. കുറവില്ലാതെന്നെന്നും നാഥനെ സ്നേഹിച്ചു, കുഞ്ഞുനാൾ തൊട്ടേ സമർപ്പിച്ചു നാഥനായി. കുറവില്ലാതെന്നെന്നും നാഥനെ സ്നേഹിച്ചു, കുഞ്ഞുനാൾ തൊട്ടേ സമർപ്പിച്ചു നാഥനായി. അമ്മേ അൽഫോൻസാമ്മേ, സ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം. ഭൂസ്വർഗങ്ങൾ ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുന്നു നിത്യം. സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥമേകുവാൻ സ്വർഗീയ താതൻ തന്ന സമ്മാനം. ഭൂവിതിൽ നമുക്കായി സ്വർഗം തുറക്കുവാൻ മലയാള മണ്ണിന്റെ പുണ്യജന്മം. വിശുദ്ധേ അൽഫോൻസാമ്മേ, I am really privileged to be entrusted with the task of welcoming you all to this get-together. Since this is a Thanksgiving celebration in honor of Saint Alphonsa, let me quote Pope Benedict XVI. During the canonization ceremony, the Holy Father addressed Saint Alphonsa, the first Indian woman saint. May I welcome the chief guest of the day, the dream man of India, Dr. APJ Abdul Kalam. Today, Rome is at Fernanganum in the person of His Eminence Leonardo Cardinal Sandri, Prefect of the Congregation for the Oriental Churches. With filial devotion, I welcome the President of this meeting, His Eminence Leonardo Cardinal Sandri. At the onset, may I express my fraternal and most respectful greetings to the esteemed Mayor Archbishop of the Syro-Malabar Church, His Beatitude Barkay Cardinal Vitayatil. We met yesterday when I conveyed to him my personal prayer and profound best wishes, and I bring to each of you his fondest paternal regards on this auspicious occasion. And again, as Pope Benedict reminds us in his 2007 encyclical letter on hope, we continue to be offered an enduring hope by virtue of which we can face our present even if it is arduous. Of this we may have true certainty. Thank you to you. The sight of hundreds of Indian flags in St. Peter's Square on that day was a symbol of the richness and potentiality of the Catholic Church in India. Visuddha Alphonsa Nangakalu Nyangalku Vendi Prarthikane. Nandi Namaskaram. പ്രൗഢഗംഭീരമായ ഈ ആഘോഷ പരിപാടികളുടെ സംഘാടകർക്കും സഹപ്രവർത്തകർക്കും സന്തോഷപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ നേരുന്നു. അനേകം കോടി ആളുകൾ മധ്യസ്ഥതയിലൂടെ ആ അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം, ബന്ധങ്ങളെ വിപുലപ്പെടുത്താം. അതിൻ്റെ ഹൊറൈസൺ വിപുലീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും നല്ല അധ്യാത്മിക പ്രദാനം ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചു. Sister Alphonsa
or many other saint is neither God or nor goddesses, but live in the incomparable, abounding holiness of God Almighty. Their holiness gives us the possibility to lead holy lives ourselves. I wish one and all full success in making this a reality in our lives. Once again, on behalf of the Malangara Orthodox Syrian Church, I heartily and sincerely congratulate the Catholic Church in India on this momentous occasion of joy and thanksgiving. പരിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട അൽഫോൻസാമയെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ലോകത്തിന് സമ്മാനിച്ച പാലാ രൂപതയെയും സീറോ മലബാർ സഭയെയും പ്രത്യേകിച്ചും ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ പൊതുവെയും ഞാൻ പ്രത്യേകമായി ഓർക്കുകയും എല്ലാ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യട്ടെ. ആ മഹത്തരമായുള്ളതായ ജീവിതങ്ങളാകുന്നു സഭയുടെ ശക്തി കേന്ദ്രം. തുറന്നുള്ളതായ കാലങ്ങളിലും ഇതുപോലെയുള്ളതായ ശക്തി കേന്ദ്രങ്ങൾ സഭയ്ക്ക് മാതൃകയായിരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ അൽഫോൻസായുടെ ജീവിത മാർഗ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സഭകളെയും ശക്തിയിരിപ്പാനൊക്കെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ജീവിത ദർശനം നമ്മുടെയൊക്കെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമായി മാറുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ നല്ല ദിനത്തിൻ്റെ സന്തോഷം നേർന്നുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. വിശുദ്ധ അൽഫോൻസായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും എല്ലായ്പ്പോഴും നമുക്ക് രക്ഷാകവചങ്ങളായി അനുഭവപ്പെടട്ടെ. ഏവർക്കും സ്നേഹനിർഭരമായ ആശംസകൾ. விசித்த அல்ஃபான்சாமா பிறந்த ഈ പുണ്യ ഭൂമിയിൽ വരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഭാഗ്യം ഉണ്ടായതിൽ ഞാൻ ദൈവത്തിற்கு നന്ദി പറയുന്നു. Friends, we have assembled here in this great place, Paranganam, and Saint Alphonsa of Paranganam Thanksgiving celebration today. When I see you all, you have come to give thanksgiving to a great soul, a divine soul, Saint Alphonsa. Now, how do you give a thanksgiving? How all of us, each one of us, give thanksgiving? Each one of us today, we must take a vow in the land she is born, Saint Alphonsa born, that I will remove the pain of one person from at least every month. Every month I will remove the pain of the person. That's really thanksgiving. That's indeed thanksgiving for Saint Alphonsa. Then a poem emerged on Saint Alphonsa, Suffering is God's Gift. A poem has emerged, Suffering is God's Gift. I have penned the poem during my journey. May I share with you all, friends. The name of the poem is Suffering is God's Gift. Blessed is the land where Sister Alphonsa walked with a dream. Kneeling in prayer, praying for the happiness of others, enriching the land, Sister Alphonsa was born. Living in this land, giving hope to the dream, acquired knowledge of Almighty with the dream to be close to Him, forsaken everything in life to walk towards the dream, forsaken everything in life to walk towards the dream. The dream is a mighty dream. Young heart thus doubles by inflicting pain to self, achieve the capacity of the mind to accept suffering. Sister Alphonsa received the God's gift through suffering. Sister Alphonsa received the God's gift through suffering. The acceptance of suffering blossomed into Saint Alphonsa. Friends, this is my poem as a tribute to the great saint of this land. What spiritual goal inspired Sister Alphonsa? Here I would like to remember a great biblical event where Jesus Christ was crucified. On the day of resurrection, Jesus said,
Oh humanity, I have a glad tidings for you. Oh humanity of resurrection, Jesus says, oh humanity, I have glad tidings for you. This is a great message for forgiveness, of love. In Sister Alfonsa, we see such a spiritual awakening. I am very happy to be at Varananganam, where Saint Alfonsa spent major part of her life. I contacted my respected teacher, Reverend Father Chinnathurai, who is staying in Besti Illam in Dindigul, Tamil Nadu. I asked Father Chinnathurai, please tell me, Father, something unique about Saint Alfonsa. My teacher instantly said that Sister Alfonsa, who has become the first woman saint in India because she has accepted all the suffering as a God's gift. The value of suffering as a repetition for sin and for a change of heart is emphatically reasserted in the life of Blessed Alfonsa. What a powerful message Saint Alfonsa has given to humanity. If only all of us can follow this trait, the world will be a happy place to live for everyone. When we study deeper into the life of Saint Alfonsa, we find that she renounced the world but worked for the world. She renounced the desires, she renounced her own preferences. When the others belittled her and taunted her, she accepted all those suffering with a smile. Never reacting, but always proacting, she kept her cool, won the hearts of many, then and even now and forever in future. The married couple wear a ring. The married couple wear a ring. The nuns wear no ring. But this nun wore a ring. And she said, it's suffering. She suffered, and silently she suffered. She knew silence is the best ornament to wear during the celebration of a suffering. All of you today, Thanksgiving for Saint Alfonsa, carry this word. What can I give? What can I give? In giving, I see Christ. See what she said. Hence I am reminded of a poem which I have written in one occasion on giving. Oh my fellow citizen, in giving you receive happiness in body and soul. You have everything to give. If you have knowledge, share it. If you have resource, share it with the needy. Use your mind and heart to remove the pain of the suffering and cheer the sad hearts. In giving, you receive happiness. Almighty will bless all your action. God loves children because they do not consider themselves as great. Pride does not rule them. They are humble. Saint Alfonso was humble like a child, accepting all that happened at the will of God, and so God loved her immensely. So God, blessed her immensely. I will bless you and you will become a blessing for all. Saint Alfonso has become a blessing for all. She has become a blessing not because she or her family was rich. She is a blessing for all because our fragrance of her holiness. Miracles will not happen just because you have money to spend. People will not get mental and spiritual solace just because there is somebody with money and power. People knew of the fragrance of her holiness on those days when she was living. Immediately after the death, there had been a flow of people seeking her blessing. This continued till today and will continue till the end of times. In conclusion, friends, let us all take a pledge to emulate Saint Alfonsa's qualities, such as being noble human being. Dear friends, let the spiritual light of Saint Alfonso radiate from this great land of Kerala to our nation and many, many nations. Let us pray, all of us, on the day of remembrance of Saint Alfonso, that prosperity, happiness, peace engulf the people of this world. My greetings and best wishes to all of you. May God bless you all, friends.
has graciously accepted our invitation and blessed us with his valuable presence and inspiring words. I extend to you, sir, a very sincere and heartfelt vote of thanks. ബലിവേദിയിൽ ഒരു മനമോടെ അഖില ജനാവലി അണയുകയായി സകലേശൻ തൻ തിരുമുമ്പിൽ ഹൃദയവികാരം പകരുകയായി ത്യാഗത്തിൻ ബലിയിൽ ദിവ്യസ്നേഹത്തിൻ കൃപയാൽ ബലിവേദിയിൽ ഒരു മനമോടെ അഖില ജനാവലി അണയുകയായി സകലേശൻ തൻ തിരുമുമ്പിൽ ഹൃദയവികാരം പകരുകയായി ത്യാഗത്തിൻ ബലിയിൽ ദിവ്യസ്നേഹത്തിൻ കൃപയാൽ നാഥന് കീർത്തനമൊന്നായി മാനവരൊന്നായി ചേർന്നിടാം നൽകാം നാഥന് ജീവിതമൊന്നായി ഉൾക്കടമിവിടെ ഉയർത്തിടാം അനുരഞ്ജിതരായി ബലിവേദിയിൽ ഒരു മനമോ. If God decides, Bharananyanam will become the issue of India. Pilgrims, not only from Kerala, but also from different parts of India, will visit her tomb, which contains her pure body. ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ച് വളർന്ന് പ്രവർത്തിക്കുന്ന വൈദിക മേലധ്യക്ഷന്മാർ മാത്രമല്ല, ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ ലേണാഡോ സാന്ദ്രി തിരുമനസ്സുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് കൃതജ്ഞതയുടെ ഈ ബലിയിൽ നമ്മോട് പങ്കുചേർന്ന് പരിശുദ്ധ പിതാവിൻ്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുമ്പോൾ പ്രവാചക തുല്യമായ വാക്ക് ദിവംഗതനായ റോമുളൂസ് അച്ഛൻ നിർവഹിച്ചത് ഓർക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. And I like to express my deep gratitude to the Bishop of Palau, to all the bishops of Syro-Malabar Church and the Latin Church who are attending this ceremony. And you, priests and faithful sisters, thank you for all your kindness, and I congratulate you again for the new saint, Saint Alfonso, an example of humility and of the very disciple of Christ. May the Almighty God, by the intercession of Holy Virgin Mary, of Saint Alfonso, of Saint Thomas the Apostle, and all the saints, bless you, the Father, the Son, and the Holy Spirit, and the peace of the Lord be with you always, and thank you again, and goodbye.
വലിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ വിശുദ്ധരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണിവ. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ദൈവസ്നേഹത്തിൻ പാരമ്യം ഈ തിരുവോസ്തിയിൽ സ്വീകരിക്കുന്നു ഞാൻ. അപ്പത്തിൻ രൂപത്തിൽ അൾത്താരയിൽ നിന്നും ഈശോയൻ ഹൃദയത്തിൽ വന്നിടുന്നു. ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി